ഹലോ ഓൾ, ദിവ്യസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും എങ്ങനെ കുറയ്ക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 6 ഹാബിറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കുക. അതല്ലെങ്കിൽ പല പല റീസൺസും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ റീസൺസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ആയിരിക്കാം. നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് സ്ട്രെസ്ഫുൾ ആയിരിക്കുന്നതും അതേപോലെ കൂടുതൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആങ്സൈറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞതും അല്ലെ. ഇത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. നമുക്കത് ഇല്ലാതെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് അങ്ങനെയുള്ള ഒരു 6 ഹാബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ലൈക്കും ഒന്ന് കമന്റും ഒക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇതുവരെ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ സ്ഥിരം എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ താങ്ക് യു സോ മച്ച്. തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം നമ്മുടെ കൂടെയുള്ളവർ ഹാപ്പി ആയിരിക്കും അല്ലെ. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഡെയിലി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒത്തിരി സ്ട്രെസ് തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ആങ്സൈറ്റി തരുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ ഡെയിലി കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ അതെല്ലാം ഓവർകം ചെയ്ത് പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരും പോസിറ്റീവ് ആവുന്നതും നമുക്ക് മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാവുന്നത് അല്ലെ. അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾക്ക് ഉണ്ടാവുന്ന ഈ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെയെങ്കിലും അത് റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതായത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചുമ്മാ നമ്മൾ ഇപ്പം എപ്പോഴും സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, നമ്മൾ ഒത്തിരി മോട്ടിവേഷണൽ ടോക്സ് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പൊ പല ആൾക്കാരും പലതും പറയാറുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം നമുക്ക് ഹെൽപ്ഫുൾ ആവും ഒബിയസ്ലി. പക്ഷെ ഈ പറയുന്ന 6 ഹാബിറ്റ്സ് ഞാൻ ശരിക്കും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതായത് ഇത് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന അറിയാണ്ട് ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. കേട്ടോ, നിങ്ങൾക്ക് ചിരി വരും. ഡിഷ് വാഷ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ വീട്ടിലെ പാത്രം കഴുകുക, അതല്ലെങ്കിൽ നമ്മൾ വീട് വൃത്തിയാക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ട്രെസ്സിനെ ഒഴിവാക്കും അല്ലെങ്കിൽ ആങ്സൈറ്റി കുറയ്ക്കും എന്നുള്ളതൊക്കെ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ആ സ്ട്രെസ്സിൽ നിന്നൊരു റിലീഫ് തോന്നാറുണ്ട്. നിങ്ങളും ഒരു പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച സമയത്താണ് ശരിക്കും ഇത് ആധികാരികമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു 51 സ്റ്റുഡൻസിൽ റിസർച്ച് നടത്തി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഡിഷ് വാഷ് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പാത്രം കഴുകുമ്പം അവർക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പാത്രം കഴുകുക, ചുമ്മാ പാത്രം കഴുകുക എന്നുള്ളത് മാത്രമല്ല, അതിൽ ഈ റിസർച്ചിനകത്ത് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പാത്രം കഴുകുമ്പോൾ നമ്മൾ ആ ഒരു ആക്ഷൻ കൂടുതൽ ശ്രദ്ധിക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് അതിന്റെ സ്മെല്ല് ശ്രദ്ധിക്കുക. നമ്മൾ കോൺഷ്യസ് ആയിക്കൊണ്ട് ആ പാത്രം കഴുകുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒരുപാട് റിലീഫ് ആകും എന്നുള്ളതാണ്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി സ്ട്രെസ് വരുന്ന സമയത്ത് എനിക്ക് അതിന് എക്സ്ട്രാ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഈ വീടൊക്കെ വൃത്തിയാക്കുന്ന കാര്യമാണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഒക്കെ വരികയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം മൊത്തം ഭയങ്കര മൂടിയായി ഗ്ലൂമി ആയിട്ടിരിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ വീട് വൃത്തിയാക്കുക അല്ല ഇതുപോലത്തെ കാര്യങ്ങൾ, തുണി അലക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എനിക്ക് അതിനൊരു റിലീഫ് തോന്നാറുണ്ട് കേട്ടോ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ പഠിച്ചപ്പോഴാണ് ശരിക്കും അത് എന്താ പറയാ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, റിസർച്ച് നടത്തി പ്രൂവ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾക്കും നെക്സ്റ്റ് ടൈം ഇതുപോലൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് പാത്രമൊക്കെ എടുത്ത് കഴുകിക്കോളൂ കേട്ടോ. ഇത് തമാശ പറയുമല്ല, നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹഗ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ ഹഗ് ചെയ്യുക, കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, കഡ്ലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രെസ് റിലീഫിന് ഉതകുന്നതാണ് കേട്ടോ. അപ്പം അതെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഈ ഹഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ റിലീസ് ആവുന്നതാണ് കേട്ടോ പറയണത്. അപ്പം ഇതും നമുക്ക് ചുമ്മാ ഒന്നും പറയുന്ന കാര്യമല്ല, നമ്മൾ ഹഗിന്റെ ഒരു എന്താ പറയാ ആധികാരികമായ വശമാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്
പറയുന്നത് അതാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും അത് ഇതൊന്നും അറിയാണ്ട് തന്നെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ഹഗ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, നമ്മളിപ്പോൾ ആരെയാണ്, ചിലപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഹഗ്ഗിങ് ഒന്നും അങ്ങനെ ഫിസിക്കൽ ടച്ച് അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഓൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സിബ്ലിങ്സോ അതല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ ആരെങ്കിലും ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി അതൊന്നും പോസിബിൾ അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെഡി ബെയറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനത്തെ വല്ല പിന്നെ ടോയ്സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെങ്കിലും കെട്ടിപ്പിടിച്ചാൽ മതി എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഹഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ പോസ്റ്റർ ശ്രദ്ധിക്കുക. പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത് ഇപ്പൊ ഞാനും കണ്ടില്ലേ, ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കും. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ നിങ്ങളുടെ പോസ്റ്റർ എന്തെങ്കിലും ഒരു പോസ്റ്ററിൽ ഇരുന്നുകൊണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ പോസ്റ്ററിൽ തന്നെ കോൺഷ്യസ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് കുറെ പേരിൽ ബിഹേവിയറൽ സ്റ്റഡി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സൈക്യാട്രിയിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത സമയത്ത് കണ്ടതാണ്. നമ്മുടെ പോസ്റ്റർ റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ആകും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചുമ്മാ മൂഡ് ഔട്ട് ആയിട്ട് നമ്മൾ ചിലപ്പം ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നിങ്ങളുടെ പോസ്റ്റർ റെഡിയാക്കിയാൽ തന്നെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മൾ ഒത്തിരി ബുക്കുകൾ വായിക്കുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നതിനേക്കാളൊക്കെ ഉപരി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഇരിക്കുന്ന പോസ്റ്റർ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല പോസ്റ്ററിൽ ഇരിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഫിസിക്കലി ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും, ഒബ്വിയസ്ലി ഉണ്ടാക്കും. അത് കൂടാണ്ട് നിങ്ങളുടെ മെന്റലി ഇതുപോലെ നിങ്ങളുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നാലാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു യോഗികളോ അല്ലെങ്കിൽ സന്യാസികളോ ചെയ്യുന്ന പോലെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇരുന്ന് ധ്യാനത്തിൽ മുഴുകുക എന്നുള്ളതല്ല. ഒരു മിനിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയാം കേട്ടോ. നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇൻഹേൽ ചെയ്യുന്നതും എക്സ്ഹേൽ ചെയ്യുന്നതിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രെത്തിൽ മാത്രം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല ഒരു പ്രാക്ടീസ് ആയിട്ട് എടുക്കാം. ഇതുപോലെ സ്ട്രെസ്സും ആൻസൈറ്റിയും റിലീഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് ഇത്രയും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം ഞാനും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നമ്മളെ പോസിറ്റീവ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതൊരു 5 മിനിറ്റ്സിൽ ഇതിന് ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. മെഡിറ്റേഷൻ ഉള്ള ഒരുപാട് പ്രാക്ടീസസുകളും ഒരുപാട് മുദ്രാസ് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം അത് നിങ്ങൾ കണ്ടുകൊണ്ട്, അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു നല്ല ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ ഒരു ചിന്മുദ്ര പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇൻഹേൽ ചെയ്യുക, എക്സ്ഹേൽ ചെയ്യുക, കണ്ണടച്ചുകൊണ്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് ഇരിക്കുക. ഗ്രാജുവലി നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ആവും കേട്ടോ. പിന്നെ കുറെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുടെ ബ്രെയിൻ എപ്പോഴും നമ്മൾ അതുമായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ഈവൻ നമ്മൾ മെഡിറ്റേഷൻ നിർത്തിക്കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിൽ ആ ഒരു മെഡിറ്റേഷന്റെ പവർ എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ടും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക്, നിങ്ങളുടെ ബ്രെത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കാൻ അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഈ പറയുന്ന ഒന്നും തന്നെ നമുക്ക് ഒത്തിരി ചിലവുള്ള കാര്യമോ ഒത്തിരി സമയം വേണ്ട കാര്യമോ ഒന്നും തന്നെയല്ല, നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ 5 മിനിറ്റ് മെഡിറ്റേഷൻ കൊണ്ട് തുടങ്ങുക. പിന്നീട് അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരാം. ഒരു 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, പിന്നെ മണിക്കൂറുകളോളം ചെയ്യാം. നിങ്ങൾ എത്രത്തോളം മെഡിറ്റേറ്റ് ചെയ്യുമോ അത്രത്തോളം നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഇതെന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലാക്ക് ഓഫ് സ്ലീപ്പ് നമുക്ക് സ്ട്രെസ്സിന് കാരണമാവുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ്, നിങ്ങളിപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും. ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടൊരു ഡേ ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രെസ്ഡ് ആയിട്ട് ആൻഷ്യസ് ആയിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഉറക്കം കറക്റ്റ് ആക്കുക. നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ ഒരു സൗണ്ട് സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്കൊരു മിനിമം ഒരു 7 hours കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്ട്രെസ്സിന് ഒരു പരിധി വരെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. രാവിലെ എഴുന്നേക്കോ ഇല്ലയോ, എഴുന്നേറ്റാൽ ഉറപ്പായിട്ടും അത് നല്ലൊരു ഹാബിറ്റാണ്. നിങ്ങൾക്ക് ഫുൾ ഡേ പോസിറ്റീവായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും.
അതും ഒരുപാട് പഠനങ്ങൾ തെളിയിച്ച് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഏർലി ബെഡും ഏർലി റൈസും അല്ലെ. അപ്പൊ നിങ്ങൾ അതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 7 hours സ്ലീപ്പ് നിങ്ങൾ ഉണ്ടാക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഉറക്കം എവിടെയെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ടു മ്യൂസിക് ആണ് കേട്ടോ. പാട്ട് കേൾക്കുക എന്നുള്ളത് ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഈവൻ അത് ആരും ഡിസ്കസ് ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു പാട്ട് കേട്ട് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും കേട്ടോ. അത് ആരും പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ ബേസിക് ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മ്യൂസിക് കേൾക്കുക എന്നുള്ളത് അല്ലെ. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഡോപ്പമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാപ്പി ഹോർമോൺ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഹോർമോൺ വന്നിട്ട് പ്രൊഡ്യൂസ് ആകുന്നതാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ ആ പാട്ട് കേൾക്കുക. പാട്ട് കൂടുതൽ കുറച്ച് സമയമെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു മൂഡ് പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ടും നിങ്ങൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് മാറുന്നതായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ പാട്ട് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 6ാമത്തെ കാര്യമാണ് കേട്ടോ. ഇത്രയാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്. ഇത് മാത്രമല്ല അല്ലെ, നമുക്ക് തന്നെ അറിയാം സ്ട്രെസ്സിന്റെ റിലീഫിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആൻസൈറ്റി കുറയ്ക്കുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇത് കൂടാണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. എക്സസൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോൺസ് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ നമ്മളെ എനർജറ്റിക് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 6 ഹാബിറ്റ്സും അതിപ്പോ പാട്ട് കേൾക്കുന്നതായിക്കോട്ടെ, ഇപ്പൊ നമ്മളെ ഡിഷ് വാഷ് അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുന്നതായിക്കോട്ടെ, അതും അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, സമയം ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പാട്ട് കേൾക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് പാട്ട് കേൾക്കാം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പാത്രം കഴുകിക്കൊണ്ട് ചിലപ്പോൾ പാട്ട് കേൾക്കാം. അപ്പൊ നമുക്ക് ഒരു ഡബിൾ ബെനിഫിറ്റ് ആണ് നമുക്ക് അതിലൂടെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്ത് നോക്കിയിട്ട് പറയാണ് കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ പറയാന്നുള്ളതല്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി ഇങ്ങനെ ഒന്നും മാറാത്ത സ്ട്രെസ്സൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സിവിയർ ആയിട്ടുള്ള ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലിങ്ങിനോ അതല്ലെങ്കിൽ ഒരു തെറാപ്പിക്കോ ഒക്കെ പോവാം. അല്ലാതെ നമുക്ക് ഡെയിലി ലൈഫിൽ വരുന്ന ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് നല്ല പ്രാക്ടീസസിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള കുറച്ച് ചേഞ്ചസിലൂടെ മാറ്റാം. അത് കൂടാണ്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, നല്ല നല്ല ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ഫുഡും നമ്മൾ അകത്തോട്ട് എടുക്കുന്നതും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പൊ നിങ്ങൾ അതും ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിച്ച് നല്ല ഫുഡ് കഴിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാം. നിങ്ങളുടെ സ്ട്രെസ്സിനെയൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. തുടർന്ന് അങ്ങോട്ടും എന്റെ വീഡിയോസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഒന്ന് ലൈക്കും ചെയ്ത് എന്റെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമന്റ്, അത് നിങ്ങളുടെ സജഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസിസം ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതോ ഇഷ്ടപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കമന്റും ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന് പറയാനായിട്ട്. താങ്ക് യു so much.